മൈ കൗച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി പ്രൊഫസർ ജോർജ് മാത്യു സാറാണ്. സാറിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. റിക്കി പ്രാണിക് ഹീലിംഗ്, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഹീലിംഗ് എന്ന് വെച്ചാൽ രോഗശാന്തി. ഈ രോഗശാന്തിക്ക് പല ലെവൽസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ, അത് ശാരീരികം. നമുക്ക് അസുഖം വരുന്നു, നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, മരുന്ന് തരുന്നു, അല്ലെങ്കിൽ സർജറി. ഇത് ഫിസിക്കൽ ലെവൽ. പിന്നെ മെൻ്റൽ ലെവലുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് മുട്ടുവേദന എന്ത് ചികിത്സ ചെയ്തിട്ടും മാറുന്നില്ല. അവസാനം അവർ ജനിച്ച നാട്ടിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി. ആ വൈദ്യനും ബാക്കി വൈദ്യന്മാർ ചെയ്തതൊക്കെ ചെയ്തുള്ളൂ. പക്ഷെ അവരുടെ മുട്ടിൻ്റെ അസുഖം പെട്ടെന്ന് മാറി. കാരണം അവർ ജനിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ അവരൊരു കുട്ടിയായിട്ട് മാറി. അവർ ജനിച്ച് വളർന്ന ചുറ്റുപാട് അത് ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ കുളിർ കാറ്റ്, ഈ കണക്കില്ലാത്ത വയൽ, ചെടികൾ, പക്ഷികൾ. അപ്പോൾ ഈ നഗരത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് മാറി അവർ ജനിച്ച ഗ്രാമപ്രദേശത്ത് ചെന്നു. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കൾച്ചറൽ മിലിയു, അവിടുത്തെ സൗഹൃദങ്ങൾ, ഇതെല്ലാം കൂടെ ആക്ട് ചെയ്താണ് അവരുടെ മുട്ടിൻ്റെ വേദന പെട്ടെന്ന് മാറിയത്. ഇതാണ് ശാരീരിക ഘടകം കൂടാതെ ഉള്ള മാനസിക ഘടകങ്ങൾ. അപ്പോൾ ഈ മാനസിക ഘടകങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സാധാരണയുള്ള സജസ്റ്റീവ് എഫക്റ്റ്, അതായത് സൈക്കോളജിക്കൽ എഫക്റ്റ്. പിന്നെ ഉള്ളത് ഒരു സൈക്കിക് എഫക്റ്റ് എന്ന് പറയും. ഈ സൈക്കിക് എഫക്റ്റിന് തന്നെ രണ്ട് ലെവലുണ്ട്. ആദ്യത്തെ ലെവലാണ് എനർജി ലെവൽ. അത് ഈ ഒക്കൾട്ടിസത്തിൽ ഈ സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ ആസ്ട്രൽ ലെവൽ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വരുന്നതാണ് ഷാരോൺ പറഞ്ഞ റേക്കി, പ്രാണിക് ഹീലിംഗ് തുടങ്ങിയ സമ്പ്രദായങ്ങൾ. പിന്നെ ഇതിനപ്പുറത്ത് ഒരു ലെവലുണ്ട്, അതാണ് കോസൽ ലെവൽ. അവിടെ എനർജി ഒന്നുമില്ല, സട്ടിൽ എനർജി ഒന്നുമില്ല. അത് ഒരാളുടെ വില്ല് കൊണ്ട് മാത്രം രോഗശാന്തി സംഭവിക്കുന്നു. അത് പേഷ്യൻറ്റിന് സ്വയം ആ ലെവലിലേക്ക് പോകാൻ കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് നടക്കാം. അത് വെറും ഒരു വില്ല് മാത്രം മതി. പക്ഷെ ആ ലെവലിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഇയാൾ നേടിയിരിക്കണം. അപ്പോൾ സ്വയം ഹീൽ ചെയ്യാം, അല്ലെ വേറൊരാൾ ഹീൽ ചെയ്യാം. അതിന് എനർജി ഒന്നും കൂടാതെ തന്നെ നടന്നെന്ന് വരാം. അപ്പോൾ ഈ മിഡിൽ ലെവലാണ്, ഈ മെൻ്റൽ ഫാക്ടേഴ്സിലുള്ള മിഡിൽ ലെവലാണ് എനർജി ഹീലിംഗ്. അത് സട്ടിൽ എനർജി എന്നൊന്നുണ്ടെന്ന് പറയുന്നു, സൈക്കിക് എനർജി. അതുപയോഗിച്ചുകൊണ്ടുള്ള ഹീലിംഗ് ആണ്. അതിൻ്റെ രണ്ട് സമ്പ്രദായങ്ങളാണ് റേക്കിയും പ്രാണിക് ഹീലിംഗ്. അതുപോലെ ഡിപ്രഷനുള്ള ഒരാൾക്ക് മ്യൂസിക് തെറാപ്പി അതുപോലെ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് പുറത്ത് കിടക്കാൻ വളരെ ഈസിയാണ് എന്നത് ഒരു മ്യൂസിക് തെറാപ്പി എന്നൊരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ, നിങ്ങൾക്ക് മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഷാരോണിന് വെസ്റ്റേൺ മ്യൂസിക്കിലാണ് താല്പര്യമെങ്കിൽ അത് കേട്ടാൽ ഹീലിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഹീലിങ്ങിന് സഹായിക്കാം അത്. പക്ഷേ ഷാരോണിനെ കർണാട്ടിക് മ്യൂസിക്കാണ് കേൾപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചെന്ന് വരാം. ഈ ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയുള്ളത് ഈ ഒരു രാഗം ഒരു അസുഖത്തിന് നല്ലത്, അത് ശരിയല്ല. കാരണം ഒരു രാഗം, ആ രാഗവുമായിട്ട് ഫെമിലിയാരിറ്റി ഉള്ള ഒരാളിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയേക്കാം. പക്ഷെ അത് വേറൊരാൾക്ക്, ആ മ്യൂസിക്കൽ സിസ്റ്റമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് അതേ രാഗം കേട്ടാൽ രോഗം കൂടുതൽ വർഷങ്ങളായി അയാൾ മരിച്ചു പോയെന്നും വരാം. അപ്പം മ്യൂസിക് തെറാപ്പിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിച്ചാൽ ചിലപ്പോൾ കുറച്ച് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഹീലിംഗ് ചെയ്യുന്നതിൽ ഈ ഡിപ്രഷൻ ഉള്ളവർക്കും ഈ മാനസിക അസ്വസ്ഥത ഉള്ളവർക്കൊക്കെ എന്ത് രീതിയിലാണ് അവർ ഹീൽ ചെയ്യുന്നത്? എന്താണ് ഈ അസുഖം? മാനസികമാകാം, ശാരീരികമാകാം.
ഈ മാനസികവും ശാരീരികവും വാസ്തവത്തിൽ ടോട്ടലി സെപ്പറേറ്റ് അല്ല. ഈ മൈൻഡും ബോഡിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ ഡിപ്രഷനായാലും ഇപ്പോൾ ട്യൂബർക്കുലോസിസ് ആയാലും എല്ലാത്തിലും ഒരു മാനസിക ഘടകമുണ്ട്, ശാരീരിക ഘടകമുണ്ട്. ഇപ്പോൾ ക്യാൻസർ എടുക്കുന്നു ഉദാഹരണമായിട്ട്. ക്യാൻസറിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വിഷം ഉള്ളിൽ ചെല്ലുന്നു. ഇപ്പോൾ ആഹാര സാധനങ്ങളിൽ കൂടെ കീടനാശിനികളൊക്കെ ഉള്ളിൽ ചെല്ലുന്നത് ഒരു കോൺട്രിബ്യൂട്ടറി കോസാണ്. പിന്നെ നമ്മൾ അടിച്ചമർത്തി വെക്കുന്ന ദേഷ്യം അതൊരു കാരണമാണ്. പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റിയ ചുറ്റുപാടുകളില്ലാതെ വരുന്നതും ഒരു കാരണമാണ്. ഇങ്ങനെ ധാരാളം കാരണങ്ങളുടെ ആകത്തുകയാണ് ഒരു പ്രത്യേക രോഗമായിട്ട് തീരുന്നത്. അപ്പോൾ അത് ക്യൂർ ചെയ്യണമെങ്കിലും ഈ പല ഘടകങ്ങളെയും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നല്ല രീതിയിലുള്ള രോഗശമനം ഉണ്ടാകുന്നത്. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നുണ്ട്. അതായത് വീട്ടിലുള്ള മാതാപിതാക്കളിൽ നിന്ന് വരുന്നൊരു ട്രോമ എക്സ്ചേഞ്ച് ആകുമ്പോൾ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ട്രോമ ഉള്ളിക്കിടന്ന് ഒരു വേറൊരു രീതിയിലേക്ക് മാറുന്നു. അതായത് തുറന്ന് കാഴ്ച കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ ഒരു ബേസിക് പേഴ്സണാലിറ്റിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് ഒരു എല്ലാ രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ റൂട്ട് കോസായിട്ട് പ്രവർത്തിച്ചെന്ന് വരാം. അത് ഈ ഹീലിങ്ങിലൂടെ ശരിയാക്കിയെടുക്കാൻ പറ്റുമോ? ഹീലിങ്ങിൽ ഇന്നതേ ശരിയാക്കാവൂ എന്ന് ലിമിറ്റേഷനൊന്നുമില്ല. ഈ രോഗാവസ്ഥയുടെ തുടക്കം എവിടെ ആയാലും അതിലേക്ക് പോയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ശരിയായ ഒരു ഹീലിംഗ് മെത്തേഡ് കൊണ്ട് എന്താണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഈ തലയിൽ വേദന അല്ലെങ്കിൽ ശരീരത്തിലൊരു ബാക്കിൽ സ്ഥിരമായൊരു വേദന വരുന്നു, ഒരിക്കൽ ഹീലിങ്ങിന് പോയതിനു ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നു, പിന്നെ അത് വരുന്നില്ല, അങ്ങനെ ഒരു സംഭവിക്കാം. അത് പല ഹീലിങ്ങിലും കുട്ടിക്കാലം തൊട്ടേ ഉള്ള അസുഖങ്ങളും മാറിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതെന്താ ഈ മനസ്സിന്റെ ഒരു വേദനയാണ്? നമ്മളെന്ന് പറയുന്നത് ശരീരം, മനസ്സെന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ പല ലെവലായിരിക്കാം. ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ, ആസ്ട്രൽ, കോസൽ, ഇങ്ങനെ പല ലെവലിൽ കൂടെ ആയിരിക്കാം നമ്മുടെ ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ലെവലിലും ഉള്ള ഹീലിംഗ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീലിംഗ്. മാനസികാരോഗ്യമാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ ഒക്കത്തില്ല. മാനസികാരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സർജറി വേണ്ടി വരും, ചിലപ്പോൾ മാനസികമായിട്ടുള്ള മാറ്റവും ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു അസുഖം സർജറി കൊണ്ട് കറക്റ്റ് ചെയ്താൽ അതിനേക്കാളും വലിയ വേറൊരു അസുഖമായിട്ട് മാറിയെന്ന് വരാം. അപ്പോൾ എല്ലാ ലെവലിലും ഉള്ള കറക്ഷനാണ് പൂർണ്ണമായിട്ടുള്ള കറക്ഷൻ. അതിപ്പോൾ ഈ റെക്കി ഹീലിലൂടെ നടക്കുന്നുണ്ടോ? റെക്കി ഹീലിങ്ങിൽ സാധാരണ എനർജി ലെവലിലുള്ള മാനിപ്പുലേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതുകൊണ്ട് നടന്നെന്ന് വരാം. ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ? അതൊരു എനർജി ആത്മാവുമായിട്ട് ബന്ധമില്ല. ഇല്ല, ഇത് ഇല്ല, പ്യൂർ ഹീലിംഗ് ആണ്. ഹീലിംഗ് ഫിസിക്കൽ ലെവൽ, എനർജി ലെവൽ, കോസൽ ലെവൽ, ഇങ്ങനെ 3 ലെവലിലായിട്ടാണ് പറയുന്നത്. ആത്മാവെന്നൊരു സങ്കല്പത്തിലേക്ക് റേക്ക് പോകുന്നില്ല. മുൻജന്മങ്ങൾ അതായിട്ടൊരു കണക്റ്റഡ്. ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മനോഹരമായ വിഷയമായി വീണ്ടും കാണാം. ബൈ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.